ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മേടമാസം 18-ാം തീയതി, അതായത് 2017 മെയ് മാസം 1-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം പുണർദമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയമായ പുരസ്കാരങ്ങൾ, 2017 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. എൻ്റെ മകളുടെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. മകൾ ബിടെക് കഴിഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 24 വയസ്സായി. വിവാഹം, ഭാവി, ഉപരിപഠന സാധ്യത എന്നിവ ഉണ്ടോ, അതോ ഈ ജോലിയാണോ സ്ഥിരമായി എന്നുള്ള കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. മോളുടെ ഗ്രഹനില പ്രകാരം നിർഭാഗ്യ യോഗം ഒരു ബുക്കിൽ വായിച്ചതാണ്. മോളുടെ എല്ലാ യോഗങ്ങളും വിശദമായി അറിയുവാൻ ആഗ്രഹമുണ്ട്. വിവാഹം കഴിക്കുന്ന പയ്യൻ എങ്ങനെയുള്ള സ്വഭാവമായിരിക്കുമെന്നും ഏത് സ്ഥലത്ത് നിന്നായിരിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും സൂചന ഉണ്ടാകുമോ എന്നതാണ് ഉദ്ദേശിച്ചത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങയുടെ വിലയേറിയ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് ശൈല. ജനനം 1993 ജനുവരി 25 പകൽ 12:35. ആറ്റിങ്ങൽ. ചതയ നക്ഷത്രം, കുംഭരാശി. ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിൽ ദുരിതാധിപനായി, തടസ്സകാരണനായി, ഭാഗ്യാധിപനായി നിൽക്കേണ്ട വ്യാഴം ശത്രു തടസ്സസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അതിനെ ഈ കത്തിൽ സൂചിപ്പിക്കുന്ന പോലെയുള്ള ഒരു നിർഭാഗ്യത എവിടെയും സൂചനയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന അല്ല ഭാഗ്യസ്ഥാനത്ത് നിൽക്കേണ്ട ഗ്രഹം 3-ാം ഭാവത്തിലോ ശത്രുസ്ഥാനമായ 6-ാം ഭാവത്തിലോ അതുപോലെ തന്നെ വ്യയസ്ഥാനമായ 12-ാം ഭാവത്തിലോ ദുഷ്കരസ്ഥാനമായ 8-ാം രാശിയിലോ നിൽക്കുന്നവർക്ക് ഒട്ടുമുക്കാലും ലഗ്നാധിപൻ യോഗകാരകൻ ആണെങ്കിൽ പോലും അവയ്ക്ക് ഫലമില്ലാതെ വരുന്ന ഭാഗ്യങ്ങളെല്ലാം അവസരങ്ങൾ നല്ലത് വരുമ്പോൾ നിർഭാഗ്യങ്ങൾ തേടി വരുന്നു. ശത്രുക്കളാൽ തടസ്സങ്ങളോ ശത്രുക്കളാൽ അവഗണനയോ ശത്രുക്കളാൽ ശുഭകർമ്മങ്ങൾ നീണ്ടുപോകുകയോ ശത്രുക്കൾ കൊണ്ട് ആ ഭാഗ്യം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു ജാതകനിലയാണ്. അതുപോലെ തന്നെ ഈ ജാതകത്തിൽ ഭാഗ്യസ്ഥാനാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനോടൊപ്പം ലഗ്നാൽ 8-ാം ഭാവത്തിൽ വൃശ്ചിക രാശിയിൽ രാഹു എന്ന ധൂമകേതു, അതായത് വിഷവിമുക്തമായ ഒരു കാർമേഘ പടലം 8-ാം രാശിയിൽ നിൽക്കുന്നു. അത് 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകസ്ഥർക്ക് പുരുഷനായാലും സ്ത്രീയായാലും ഏത് ഉന്നത കുലജാതനാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ അത് ശുഭ കർമ്മങ്ങൾക്കും ഭാഗ്യോദയങ്ങൾക്കും കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള അനുഭവ ഭാഗ്യം ലഭിക്കുന്നതിനും തടസ്സത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ 2 ദോഷവും കൂടിയാണ് ഇവിടെ നിർഭാഗ്യയോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവയ്ക്ക് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ കർമ്മങ്ങളെ കൊണ്ട് മാസാമാസമോ അല്ലെങ്കിൽ തുടക്കം ഒരു 18 ദിവസം അടുപ്പിച്ച് ചെയ്യുകയും പിന്നീട് ഒരു 12 വർഷം കൂടുമ്പോൾ വീതം ഈ ഭാഗ്യസൂക്തം എന്ന കർമ്മങ്ങൾ ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ നടത്തിയ വെള്ളിനൂൽ സർപ്പക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ സമർപ്പിക്കുകയും ചെയ്യുന്ന പക്ഷം 180% നിർഭാഗ്യയോഗത്തിൻ്റെ കാഠിന്യം കുറയുന്നതാണ്. ഇത് 8-ൽ സർപ്പവും അതുപോലെ തന്നെ ഭാഗ്യാധിപൻ 6-ലും 8-ലും 12-ലും ഒക്കെ നിൽക്കുന്ന ഏവർക്കും ഇത് അനുഷ്ഠിക്കാവുന്നതാണ്. ഓം ഭ്രാതരഗ്നിം ഭ്രാതരിന്ദ്രം ഹവാ മഹേ ഭ്രാതൻ മിത്രാവരുണ ഭ്രാതരശ്വന ഭ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധർത്താ ആത്രഛിദ്രം മന്യമാനസ്തുരഛിദ്രാജ ഛിദ്യം ഭഗവക്ഷിത്യാഹ ഭഗപ്രണേതർ ഭഗസത്യരാധോ ഭഗേമാദ്യ ഉദവാതിതന്ന
ഭഗപ്രണോദനേ ഗോപിരശ്വേ ഭഗപ്പനർഭം നിർബന്ധസ്യാമ ഉദേതാനിം ഭഗവന്തസ്യാമോദപ്രഭിത്വ ഉദമധ്യേ അഹന്നാം ഉദോതിതാമകബന്ധോരസ്യ വയം ദേവാനാം സുമുദോസ്യാമ ഓം ഭഗയേവ ഭഗവസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തന്വാ ഭഗ സർവയിത്യോഹവീതി സനോ ഭഗപുരയേതാ ഭവേഹ. ഇപ്രകാരം ഭാഗ്യസൂക്തം എന്ന വിശിഷ്ട മന്ത്രങ്ങളെ കൊണ്ട് ഭാഗ്യസൂക്തം എന്ന കർമ്മമോ പൂജാവിധികളോ യഥാവിധി 18 ദിവസം ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്ത വെള്ളിനൂൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അസ്തമനം കണ്ടിരിക്കുന്ന ശിവങ്കലോ സർപ്പക്ഷേത്രത്തിലോ സമർപ്പിക്കുന്ന പക്ഷം ഭാഗ്യാധിപൻ ദുസ്ഥാനത്ത് നിൽക്കുന്നതും അഷ്ടമത്തിൽ സർപ്പം നിൽക്കുന്നതുമായ ദോഷങ്ങൾ 180% മാറുകയും യഥാകാലം യഥായോഗ്യം യഥാവിധി മംഗളങ്ങൾ ഉദ്യോഗങ്ങൾ ഭാഗ്യത മാറി ഭാഗ്യോദയം എന്നിവ കണിശമായിട്ടും ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.